നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി രൂപപ്പെട്ട പ്രതിസന്ധി പൊന്നാനിയിലെ ഇടതുമുന്നണിയെ ഉലയ്ക്കുന്നു. 3 ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചു. ഇന്ന് ചേർന്ന മണ്ഡലം കമ്മിറ്റിയിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. മഞ്ചേശ്വരത്തും കുറ്റ്യാടിയിലും റാന്നിയിലും കോങ്ങാടും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധമുയരുകയാണ്. അണികൾ പാർട്ടിയെ തിരുത്തുമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ എ റഹീം CPM, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ്, ഡോക്ടർ ആസാദ് നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ എ റഹീം, CPM പോലൊരു പാർട്ടിയിൽ സാധാരണ നിലയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏത് പാർട്ടിയും അതിന്റെ പ്രവർത്തകരെ, അതിന്റെ അനുഭാവികളെ കേൾക്കേണ്ടേ? അതല്ലാതെ ഓരോയിടത്തും സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുക എന്ന രീതി പിൻപറ്റിയാൽ അത് ജനാധിപത്യത്തിന് ഗുണകരമാണ്. ഇതൊക്കെ വെറുതെ അർത്ഥശൂന്യമായ ആശങ്കകൾ മാത്രമാണ്. ആശങ്കകളെന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്ന കാര്യം മാത്രമാണ്. കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലത്തിൽ CPM മത്സരിക്കുന്ന ഏതാണ്ട് എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കൂടിയാലോചനകൾ നടന്നു കഴിഞ്ഞു. ഒരിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ കൂടി അംഗീകാരത്തോടുകൂടി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പൂർത്തിയാകുന്നത്. അതിനു മുമ്പ് വിവിധ ഘടകങ്ങളിൽ നടക്കുന്ന കൂടിയാലോചനകൾ മാത്രമാണ്. അപ്പോൾ പുതിയ ഒരു വാർത്താ പരിസരം, ഒരു പുതിയ രൂപത്തിലാണല്ലോ ഇന്നത്തെ ഒരു വാർത്താ പരിസരം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വരും, വാർത്തകൾ വരും. അത് സ്വാഭാവികമായിട്ടും അതൊക്കെ ഇങ്ങനെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ, ഊഹാപോഹങ്ങൾ, ഇതെല്ലാം കേൾക്കാനും കാണാനും പ്രേക്ഷകർക്ക് ഒരു ഉത്സാഹവും ഉണ്ടാകുന്നൊരു സമയമാണല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാർത്തകളുടെ പൊതു സ്വഭാവം അതായിരിക്കും. അപ്പോൾ ഈ നിലയിലാണ് വാർത്തകൾ മുൻപോട്ട് വരുന്നത്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി വാർത്തകളിലൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത പോസ്റ്ററുകൾ, ഒരിടത്ത് വന്ന പ്രകടനം, ഇതെല്ലാമാണ് പൊതുവിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയിൽ സംഭവിക്കാമോ എന്ന ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും പാടില്ല. യാതൊരു സംശയവും വേണ്ട, ഒരു സംശയവുമില്ല. അത്തരം വരേണ്ട കാര്യമില്ല. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ റെക്ടിഫൈ ചെയ്ത് കടന്നു പോകാൻ കഴിയുന്ന, അതിനെല്ലാം നേരിടാനും അതിജീവിക്കാനും തിരുത്താനുമുള്ള നല്ല കെൽപ്പ് CPIM ഇന്ന് കേരളത്തിൽ അല്ല. അത് ശ്രീ റഹീം, അതിജീവിക്കാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പ്രകടനം നടത്തിയ ആളുകളെ മറുപക്ഷത്തേക്ക് നീക്കി നിർത്തുകയല്ലേ? അവർ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഇതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പ്രഖ്യാപിച്ചു പാർട്ടിയുടെ പതാകയും എടുത്താണ് പ്രകടനം നടത്തിയത്. ഇനിയിപ്പോ അവർ സാങ്കേതികമായി പാർട്ടി അംഗങ്ങളല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഔദ്യോഗിക സമിതികളിലുള്ള ആളുകളല്ല എന്നൊക്കെ പറയാം. VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ച 2006-ലും 2011-ലും പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2006-ൽ ഈ പ്രകടനങ്ങളൊക്കെ നടന്നതിന് ശേഷം സീറ്റ് നൽകാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞത്, അന്നത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, പാർട്ടിക്കകത്തും പുറത്തുനിന്നും വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്നാണ്. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഇത് പാർട്ടിക്കാരല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വികാരം പൊന്നാനി പോലെ ഒരു ഇടത്ത്, CPM-ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല സ്വാധീനമുള്ള ഒരു ഇടത്ത് ഉണ്ടാകുമ്പോൾ അത് കേൾക്കണ്ടേ? അതിനെ ഒരു അതിജീവന പ്രശ്നമായി കാണേണ്ടതുണ്ടോ? ഞാൻ നോക്കൂ, ഇത് പ്രേക്ഷകർ കാണുന്നുണ്ടാകും. ഒരു വാക്കെടുത്തിട്ട് എത്ര സമർത്ഥമായിട്ടാണ് അങ്ങയുടെ അവതാരകൻ ഇങ്ങനെ വല്ലാതെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഇപ്പോൾ അത് പാർട്ടിക്കാരാണോ പാർട്ടിക്കാരല്ലയോ, ഏത് സാഹചര്യത്തിൽ അവർ പ്രകടനം നടത്തി എന്നുള്ളത് റിയാലിറ്റിയാണ്. പ്രകടനം നടന്നു എന്നത് റിയാലിറ്റിയാണ്. ആരുടെ കേന്ദ്രീകരണത്തിലും ആരുടെ നിർദ്ദേശപ്രകാരവുമാണ് പ്രകടനം നടന്നത്, ഇതെല്ലാം പരിശോധിച്ചു വന്നാലല്ലേ അറിയാൻ കഴിയൂ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം, അങ്ങ് ചരിത്രത്തിലൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തകൻ, ഓർമ്മയുണ്ടാവില്ലേ, ഒരു ദിവസം കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ചുറ്റിലും നിറയെ പോസ്റ്റർ, പാർട്ടി നേതൃത്വത്തിനെതിരായ പോസ്റ്റർ. അത് ആദ്യമായി ഒരു ചാനൽ, ഒരു മാധ്യമപ്രവർത്തകൻ പോയി വെളുപ്പാങ്കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞ എന്താണ്, അയാൾ തന്നെ കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം എടുത്ത വാർത്തയാണെന്ന് പിന്നെ തെളിഞ്ഞില്ലേ. ആ മാധ്യമപ്രവർത്തകൻ ഇന്നും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പേരൊന്നും ഇവിടെ വലിച്ചഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലം അങ്ങ് തന്നെ പരാമർശിച്ചത് ഏക സ്ഥലമാണ്. കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയിൽ ഏക സ്ഥലമാണ് അങ്ങേക്ക് പറയാനുള്ളത്. ശരി, പൊന്നാനിയിൽ അങ്ങനെ ഒരു സംഭവം കാസർഗോഡിനും കുറ്റിപ്പുറത്തിനും ഇടയ്ക്കാണ് നടത്തി. ഇതൊരു TV ചർച്ചയിൽ തീർപ്പ് കേൾപ്പ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ശരി, അങ്ങ് പരാമർശം ഒന്നായതുകൊണ്ടാണ് കുറ്റ്യാടി. ഇനി ഏതെങ്കിലും അങ്ങക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ എന്തായാലും വിരലിലുണ്ടാവുന്ന നാമമാത്രമായ സ്ഥലങ്ങൾ മാത്രമാണ്
ഇത്തരത്തിലുള്ള പ്രശ്നം നടന്നതായി നിങ്ങൾക്ക് പരമാവധി ചൂണ്ടിക്കാണിക്കാനാവുക. അപ്പം ഞാൻ പറയുന്നത് ശരി, അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ ഓരോ സ്ഥലത്തും ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്, ആരുടെ പ്രേരണയാലാണ് നടത്തിയത്, ഏത് സാഹചര്യത്തിലാണെന്നൊക്കെ TV ചർച്ചയിൽ തീർപ്പിക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇതിനെയെല്ലാം പരിശോധിക്കാനും തിരുത്തേണ്ടത് തിരുത്താനും എല്ലാം വളരെ കൃത്യമായ ഒരു പ്രോസസ്സിനുള്ള ശക്തിയുള്ള പാർട്ടിയാണിത്. അതാണ് ഞാൻ അതിജീവനം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇവിടെ വരുന്ന പ്രശ്നം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ഒരു കരുത്ത് പകരാൻ കഴിയുന്ന വിധം ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ തന്നെ അതിജീവനത്തിന് രാസതുരകമായി മാറാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിന് രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. അപ്പോൾ അങ്ങ് നേരത്തെ ചോദിച്ചു, അവരെല്ലാം പാർട്ടി അനുഭാവികളല്ലേ? പാർട്ടി അനുഭാവികളാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, ആ സഖാവിന്റെ പ്രകടനം നടത്തിയ ആളാകട്ടെ നടത്താതിരുന്ന ആളാകട്ടെ, അയാളുടെ മനസ്സിലെ ഏകലക്ഷ്യം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ അതിജീവനമായിരിക്കും. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ അതിജീവനത്തിന് വേണ്ടി രാപ്പകൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക എന്ന രാഷ്ട്രീയ കടമയാണ് ഓരോ ഇടതുപക്ഷ പ്രവർത്തകന്റെയും. അതാണ് ആ കാര്യത്തിലെ CPM നിലപാട്. ഞാൻ വരാം ശ്രീ റഹീം താങ്കളിലേക്ക്. ഡോക്ടർ ആസാദ്, മുൻപ് VS-ന്റെ കാര്യത്തിലാണ് ഇതുപോലെയുള്ള പരസ്യ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് 2006-ലും 2011-ലും കണ്ടിട്ടുണ്ട്. അതൊരു പാൻ കേരള പ്രതിഭാസമായിരുന്നുവെങ്കിൽ ഇത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ്. പാർട്ടി തീരുമാനിച്ച, നേതൃത്വം ആലോചിച്ച സ്ഥാനാർത്ഥി അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ഈ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തകർ, ലോക്കൽ കമ്മിറ്റികൾ ഒക്കെ നിലപാടെടുക്കുകയാണ്. എങ്ങനെ കാണണം അതിനെ? അല്ല, 2006-ലും 2011-ലും കേരളത്തിലെ CPM-ന്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ആ സമയത്ത് ശക്തമായ വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും VS-നെ മത്സരിപ്പിക്കാൻ വേണ്ട ആവശ്യം ഉയരുക സ്വാഭാവികവുമാണ്. ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം ആ കാലത്ത് ഉണ്ട്. മാത്രമല്ല, VS ഉയർത്തുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഈ ഒരു വിഭാഗീയതയുടെ പിറകിലുണ്ടായ ശരിയോ തെറ്റോ ശക്തമോ ദുർബലമോ ആയ ആശയപരമായ ഒരു അടിത്തറ അതിനകത്തുണ്ട്. ആ ആശയത്തിന്റെ പേരിലും VS പക്ഷത്തോടൊപ്പം നിൽക്കുന്നവർ VS മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രകടനമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്ത് പ്രകടനം നടത്തുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ആശയപരമായൊരു വിയോജിപ്പുണ്ട് എന്നവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ പ്രശ്നം സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ മാത്രമാണ്. കഴിഞ്ഞ 5 വർഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ LDF ഗവൺമെന്റിനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, CPM-നെ സിന്ദാബാദ് വിളിക്കുന്ന പ്രകടനങ്ങൾ തന്നെയാണ് കുറ്റ്യാടിയിലാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും നടക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്ഥാനാർത്ഥി P. നന്ദകുമാർ വേണോ സിദ്ദിഖ് വേണോ എന്നുള്ള കാര്യത്തിൽ ആ പ്രദേശത്തുകാർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. ആ പ്രദേശത്ത് നിന്നൊരു നേതാവ് ഉണ്ടാവണം. ആ പ്രദേശത്ത് സത്യത്തിൽ പൊന്നാനി പോലെയുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാവുന്ന EV മോഹനെ പോലെ, MM നാരായണനെ പോലെ, PK കലിമുദ്ദീനെ പോലെ, സിദ്ദിഖിനെ പോലെ പല വിഭാഗത്തിൽപ്പെട്ട ശക്തരായ നേതാക്കളുള്ള സ്ഥലമാണ് പൊന്നാനി CPM-ലെ. ആ പൊന്നാനിയുടെ ചുറ്റുവട്ടത്ത് തന്നെയാണ് P. നന്ദകുമാറും. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ പെരിന്തൽമണ്ണയിൽ നിന്ന് പോയിട്ടാണ് അവിടെ മത്സരിച്ചത്. ഇപ്പം നന്ദകുമാർ തൊട്ടടുത്തുള്ള ആളാണ്. നന്ദകുമാർ അതുമാത്രമല്ല, പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ ഒരാളാണ്. ട്രേഡ് യൂണിയൻ രംഗത്തെ ദീർഘമായ സമരപാരമ്പര്യമുള്ള സഖാവാണ്. അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് CITUവിൻ്റെ. അങ്ങനെ ഒരാളെ മറ്റ് ജില്ലകളിലെ പോലെ CPM-ന് മത്സരിപ്പിക്കാൻ ഒരുപാട് സീറ്റുകളില്ല. ഉറപ്പുള്ള സീറ്റുകൾ വളരെ കുറവല്ലേ മലപ്പുറം ജില്ലയിൽ. ആ സീറ്റുകളിലൊന്നിൽ അദ്ദേഹം വരുന്നത് നല്ലതായിരിക്കുമെന്ന് പാർട്ടിക്ക് തോന്നിയാൽ അവിടെ നിർത്തുമ്പോൾ സാധാരണ രീതിയിൽ ഒരു എതിർപ്പ് ഉണ്ടാവാറില്ല. ഈ എതിർപ്പ് വരുന്നു എന്നുള്ളത് പിന്നീട് അത് പേച്ചപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഈ എതിർപ്പിലുള്ള ഒരു പ്രശ്നം വ്യക്തിപരമായ ഒരു താല്പര്യം. അധികാരത്തിലേക്ക് വരേണ്ടത്, അധികാരത്തോട് അടുത്ത് നിൽക്കേണ്ടത് ആരാണ്, ആര് കടന്നു വന്നാലാണ് ഗുണം എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ചിന്തക്കപ്പുറത്ത് ആ പ്രദേശത്തെ ആളുകൾ ചിന്തിക്കുന്നു എന്ന് വരുന്നിടത്ത് പാർട്ടിയിലുള്ള ഒരു അവിശ്വാസമുണ്ട്. ഇപ്പം മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അറിയാവുന്ന പാർട്ടിയുടെ സഖാക്കളെ സംബന്ധിച്ച് കൃത്യമായ ആലോചനയ്ക്ക് ശേഷമായിരിക്കും പാർട്ടി തീരുമാനിച്ചത് എന്ന് സാധാരണ കരുതാറുണ്ട്. അങ്ങനെയാണ് അംഗീകരിച്ചു പോരുന്നത്. അവരവരുടെ വ്യത്യസ്തമായ അഭിപ്രായം പറയാറുണ്ട്, മറ്റൊരു സന്ദർഭത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത് പിടിച്ചു വാങ്ങണം പാർട്ടിയോട് എന്ന് തോന്നുന്നിടത്തേക്ക് എത്തുമ്പോഴേക്കും പ്രത്യയശാസ്ത്രപരമായ ഭാവപരമായ നേരത്തെയുള്ള ഒരു അച്ചടക്കം ശിഥിലമാവുകയും ഒരു തരം അവിശ്വാസം, അധികാരവുമായി ബന്ധപ്പെട്ട ഒരു അവിശ്വാസത്തിന്റെ നേർത്ത രേഖ ഇവർക്കിടയിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം.
അതിനൊരു രാഷ്ട്രീയ അടിത്തറയിൽ വരുന്നതല്ല അത് പുതിയ കാലത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും കടന്നു കയറിയിട്ടുള്ള ആഗോളവൽക്കരണ കാലത്തെ ഒരു പുതിയ സ്വഭാവവിശേഷമാണ് സത്യത്തിൽ. CPM-നെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അധികാര മത്സരത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമല്ല എന്നുള്ളതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ഞാൻ വരാം അതിലേക്ക്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സാധാരണ കോൺഗ്രസിന്റെ പട്ടിക വന്നാലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അല്ലെങ്കിൽ സീറ്റ് മോഹികളുടെ മുന്നോട്ട് വരലും പോസ്റ്റർ ഒട്ടിക്കലും എതിരാളിയെ മോശമാക്കലും ഒക്കെ കാണാറുള്ളത്. ഇത് പക്ഷേ ആദ്യം CPM-ന്റെ പട്ടികയാണ് മാധ്യമങ്ങളിലൂടെയെങ്കിലും വന്നത്. അതുകൊണ്ട് ആദ്യം പ്രശ്നമുണ്ടായിരിക്കുന്നത് CPM-ലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ CPM-ൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസിലും ഉണ്ടാവില്ലേ? സ്ഥാനമാനങ്ങളെയും സ്ഥാനാർത്ഥിത്വത്തെയും ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ. കുറേ പ്രശ്നം ഉണ്ടാവും. അഭിലാഷിനറിയാലോ, കോൺഗ്രസിലാണ് സാധാരണ ഇങ്ങനെ വരാറുള്ളത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 2001 3 പേരെ മാറ്റി വേറെ ആൾക്കാരെ വെച്ചു. ആ 3 സീറ്റ് ഞങ്ങൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനകത്ത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു അത്ര വലിയ ഒരു എന്താ പറയുക, ഒരു അപൂർവ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. കോൺഗ്രസ് CPM അല്ലല്ലോ, കേഡർ പാർട്ടി അല്ലല്ലോ, ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ ഓരോ സീറ്റിലും ആഗ്രഹമുള്ളവരുണ്ടാവും, അവരുടെ ലോബിങ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും കിട്ടാതെ വരുമ്പോഴേക്കും പിന്നെ പാർട്ടിയുടെ ഇപ്പം ഗ്രൂപ്പുകളുടെ പ്രസക്തി കുറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പുകളുള്ള സമയത്ത് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള വാദങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് സംഭവിക്കാം. പക്ഷേ ഇത്തവണ അത് കുറവായിരിക്കുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തുകൊണ്ടെന്നാൽ ഇത്തവണ കോൺഗ്രസിന് ഒരു ഇലക്ഷൻ ജയിക്കണം, ഒരു വിന്നബിലിറ്റിയാണ് സ്ഥാനാർത്ഥിമാരുടെ ഒരു ക്രൈറ്റീരിയ എന്നൊരു ചിന്താഗതി പാർട്ടിക്കകത്ത് വ്യാപകമായി വന്നിട്ടുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിൽ ചില പോസ്റ്ററൊക്കെ നിങ്ങൾ TV-യിലൊക്കെ ഞങ്ങൾ കണ്ടു. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. അത് അന്വേഷിക്കുമ്പോൾ അറിയാം ആര് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഈ ഇലക്ട്രോണിക് മീഡിയ 10-18 ചാനലങ്ങ് നിൽക്കുകയല്ലേ കാലത്തോട്ടെ. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ പോസ്റ്റർ വന്നാലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുക, അവിടെ കുഴപ്പം ഇവിടെ കുഴപ്പം. അതുകൊണ്ടില്ലൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് മിക്കവാറും നാളെ വന്നേ. മാത്രമല്ല ഞങ്ങളുടെ സിറ്റിംഗ് MLA-മാരുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അവർ പലരും വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റുകൾ എൻ്റെ വിശ്വാസം നാളെയോ മറ്റന്നാളോ സ്ഥാനാർത്ഥികൾ വരും. വലിയ പരിക്കില്ലാതെ ഇത്തവണ കോൺഗ്രസ് ലിസ്റ്റ് പുറത്തു വരും. അത് ആക്സെപ്റ്റൻസ് ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അത്യപൂർവമല്ലത്. ഇവിടെ മാത്രമല്ലല്ലോ, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സണ് തീരുമാനിച്ചെന്ന് എന്തായിരുന്നു നിങ്ങളുടെ കാലം കാണിച്ചില്ലേ? 10, 100, 120 സ്ത്രീകളടക്കമില്ല എന്നോട് ജാഥ നടത്തിയതിനായിട്ട് അത്ഭുതം. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സാധാരണയാണത് ഉണ്ടാവാറുള്ളത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അത്യപൂർവമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവരാ പറയേണ്ടത്. അത് അവരുടെ വീഴ്ചയായിട്ടൊക്കെ കാണും. പക്ഷെ ഒന്നുണ്ട്, ഈ കേഡർ സ്വഭാവമുള്ള അല്ലെങ്കിൽ അച്ചടക്കം പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പണ്ട് 2006 വന്നതാണ് VS-ന് വേണ്ടി. പക്ഷെ ഇപ്പോഴും അത് തുടരുന്നു. മാത്രമല്ല അവർ ജയിച്ച സീറ്റുകൾ ഘടകകക്ഷികൾ കൊടുക്കുന്നതിനായിട്ട് പാർട്ടിക്കകത്ത് മുഴുവൻ പലരും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ വളരെ ഒരു അച്ചടക്കമുള്ള അല്ലെ കേഡർസ് ഉള്ള പാർട്ടി എങ്ങനെ വരുന്നതിനെ കുറിച്ച് അവരാലോചിക്കേണ്ടതാണ്. കോൺഗ്രസിനകത്ത് സ്ഥിരമായി വരാനുള്ളതാണ്. അത് ഞങ്ങൾ വലിയ പ്രശ്നമാക്കുന്നില്ല. ശരി, അതാണ് ശ്രീ റഹീം. കോൺഗ്രസിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കാറുമുണ്ട്. നിങ്ങൾ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളെ ബൂർഷ്വ പാർട്ടികൾ എന്നാണ് വിളിക്കാറുള്ളത്. നിങ്ങളുടെ പാർട്ടി സവിശേഷമായ ഒരു പാർട്ടിയാണെന്ന് പറയാറുമുണ്ട്. യഥാർത്ഥത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പാർട്ടികൾക്കകത്ത് അണികൾ അഭിപ്രായം പറയുകയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് അഭിപ്രായമില്ല. അങ്ങനെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതല്ലേ നല്ലത്. അതല്ലാതെ കല്ലെ പിളർക്കാത്ത ശാസനകൾ അതനുസരിച്ച് എല്ലാവരും ഒരേപോലെ പെരുമാറുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ ഈ പറയുന്ന പൊന്നാനി ആവട്ടെ കുറ്റ്യാടി ആവട്ടെ ഇതൊക്കെ ജെനുവിനായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മുദ്രാവാക്യമൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രേരിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത്. അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങ് കെട്ടടങ്ങട്ടെ, കോൺഗ്രസിലൊക്കെ നടക്കുന്നത് പോലെ എന്ന് വിചാരിക്കുകയാണോ CPM ചെയ്യുക? അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വേണ്ടത്ര പരിശോധിച്ച് എന്താണ് അതിൻ്റെ ശരി തെറ്റ് എന്ന് മനസ്സിലാക്കി ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുക, തിരുത്തൽ നടപടികളാണ് സ്വീകരിക്കുക. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു ചോദിച്ചാൽ, ഈ വെള്ളത്തിലിങ്ങനെ നിൽക്കുമ്പോൾ വെള്ളത്തിൽ സാധാരണ പായലുണ്ടാകുമല്ലോ. ആ പായലുണ്ടാകുന്നത് വെള്ളത്തിൽ നിൽക്കുമ്പോഴാണ്. അത് സ്വാഭാവികമായിട്ടും ആ വഴുക്കലും പായലും അതിജീവിക്കാനുള്ളൊരു മെക്കാനിസം ഉണ്ടായേ മതിയാവും. എന്തുകൊണ്ടാണ് ആ വെള്ളം പായലെന്നൊക്കെ ചോദിച്ചാൽ ശ്രീ ആസാദ് ഇവിടെ സൂചിപ്പിച്ചു. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് ഏത് കാലത്താണ്, ഏത് യുഗത്താണ്.
വല്ലാതെ ഭ്രമാത്മകമായ ഒരു ഗ്ലോബലൈസ്ഡ് ഇറയിൽ, ഒരു ആഗോളവൽക്കരണ കാലത്ത്, എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത്, കരിയറിസത്തിന്റെ വല്ലാത്തൊരു ലോകം സൃഷ്ടിക്കപ്പെട്ട ഒരു സമയത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായും ഇത്തരം പ്രവണതകൾ ഒരു ബഹുജന പാർട്ടി എന്ന നിലയിൽ CPIM-ലേക്കെല്ലാം കടന്നു വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം പ്രവണതകൾ സമൂഹത്തിലെ ഏത് തെറ്റായ പ്രവണതകളും ഒരു പാർട്ടിയെ, ശരീരത്തെ ആക്രമിക്കാൻ ആക്രമിച്ചെന്നിരിക്കും. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ഉൾപാർട്ടി കരുത്ത് CPIM-നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രത്യേകത എന്താ? ഇത്തരമൊരു സമീപനം ഞങ്ങളെപ്പോലൊരു പാർട്ടി ഇപ്പോഴും ഇതിന്റെ ഒരു നടുക്കടലിൽ നിൽക്കുന്ന കാലമാണ്. ഈ കമ്പോളവൽക്കരണത്തിന്റെയും ഇത്തരം ചിന്തകളുടെയും ഒരു നടുക്കടലിൽ നിൽക്കുന്ന സമയത്തും, അരാഷ്ട്രീയതയുടെ ഒരു നടുക്കടലിൽ പൊതുസമൂഹം നിൽക്കുന്ന ഒരു കാലത്തും ഈ പറയുന്ന 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടായത് എന്ന് കണ്ടുകൊള്ളണം. അപ്പോൾ പൊതുവിൽ എന്തെങ്കിലും കെട്ടുറപ്പാകാൻ നശിക്കപ്പെട്ടു പോയി, ഒരു ബൂർഷാ പാർട്ടി അതുപോലെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണീരൊഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളും ഇത്തരം പ്രവണതകളും അല്ല. നമ്മൾ പൊളിറ്റിക്സ് ആണ്, നമ്മൾ പാർലമെന്ററി ജനാധിപത്യം, പാർലമെന്ററി പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായും പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണ്. അത് വിവിധ ഘടകങ്ങൾ, വിവിധ കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന ഉയർന്ന രാഷ്ട്രീയ ബോധവും, അതോടൊപ്പം തന്നെ രണ്ടാമതൊരു ഭാഗം വിയോജിപ്പുകളോ വ്യത്യസ്ത സ്വരങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വന്തം ഘടകങ്ങളുടെ തുറച്ച് പറയുക എന്നതിനപ്പുറത്ത് ഇത്തരം പൊതുവായ കാര്യങ്ങളിലേക്ക് പോകുന്ന തെറ്റായ പ്രവണതകൾ, അത് ഏതെങ്കിലും ഉത്തരവാദിത്ത പാർട്ടി നേതൃത്വമൊന്നുമല്ല. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ പാർട്ടിയാണികൾ, പാർട്ടിയോടുള്ള സ്നേഹം, അതിനെല്ലാം ഇങ്ങനെയൊക്കെ വന്നു പോകുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ വെച്ചു പൊറുപ്പിക്കേണ്ടതല്ല, തിരുത്തേണ്ടതാണ്. തിരുത്തി തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, CPIM-നെ സ്നേഹിക്കുന്നവരുടെ ഈ പറയുന്ന വൈകാരികത, ഇങ്ങനെ ഒരു തീരുമാനം അന്തിമമായി ഉണ്ടായതിനു ശേഷം അണികൾ അഭിപ്രായം പറയുന്നതിലേക്ക് നയിക്കുന്നതിന് മുൻപ് അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ പഠിച്ചിട്ടാകണമല്ലോ ഒരു തീരുമാനം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഇപ്പോ കുറ്റ്യാടി എടുക്കൂ. ഇപ്പൊ ഞാനിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലുള്ള ഒരു മണ്ഡലമാണ് കുറ്റ്യാടി. കുറ്റ്യാടിക്കാർ പറയുന്നത്, ഇന്നലെ ഞാൻ TV-യിൽ കേട്ടത്, അവിടെ വടകര താലൂക്കിലെ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയില്ല. ഈ വടകര താലൂക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രപരമായി ഒഞ്ചിയം വെടിവെപ്പിന്റെ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ച് വിശേഷിച്ചും ആളുകൾ ജീവൻ കൊടുത്തൊക്കെ ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ്. അങ്ങനെ അതിവൈകാരികമായി നിൽക്കുമ്പോൾ അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ ഒറ്റ സ്ഥാനാർത്ഥിയില്ല. അവിടെ മത്സരിപ്പിക്കുന്ന പാർട്ടിക്ക്, അവിടെ കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റ്. ഒരാൾ ചോദിക്കുകയാണ്, 8 പഞ്ചായത്തിലൂടെ 8 പഞ്ചായത്തിൽ ഒരൊറ്റ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ബൂത്തിലിരിക്കാൻ ഒരാളെ കാണിച്ചു തരാമോ, എങ്കിൽ ഞാൻ ഇപ്പൊ ഈ സമരം ഇവിടെ നിർത്താം എന്നയാൾ പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്നു. ഇങ്ങനെ ബൂത്തിലിരിക്കാനോ വോട്ട് തേടാനോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനോ പോലും ആളില്ലാത്ത പാർട്ടികളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരികയും, സ്വന്തം പാർട്ടിക്കാർക്ക്, അവര് കുറെ കാലമായി പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കണമല്ലോ, അവർക്ക് ഹൃദയവേദന ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ഒഴിവാക്കണ്ടേ നിങ്ങളുടെ പാർട്ടി? അതൊക്കെ തെറ്റാണ്. അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കുകയല്ല. അത്തരം ചിന്തകളും അത്തരം പ്രവണതകളും തെറ്റാണ്. അത് യഥാർത്ഥത്തിൽ അതെല്ലാം ഞാൻ ഇപ്പോഴും ഇരുന്ന് വർത്തമാനം പറയേണ്ടതല്ല. അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്തിന് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് അതാത് സ്ഥലങ്ങളിൽ, കുറ്റ്യാടിയിലാകട്ടെ, ഈ പറഞ്ഞ പൊന്നാനിയിലാകട്ടെ, അതെല്ലാം പരിശോധിച്ച് പാർട്ടിക്ക് അതിന് ശക്തിയുണ്ട്, പരിശോധിക്കാനുള്ള കഴിവുണ്ട്. പിന്നീട് നടപടി എടുത്തു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിച്ച് നടപടിയാണെങ്കിൽ നടപടി, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തി മുമ്പോട്ട് പോയിക്കോളും. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഈ CPIM-നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഒരാളെ A or B ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞല്ലോ, ഏതൊരാളുടെയും ചിന്തയിൽ ഉണ്ടാകേണ്ട കാര്യം എന്താ? ഒരു മണ്ഡലമോ സ്വന്തം പ്രദേശമോ എന്നൊന്നും അല്ല, ഏതൊരാൾ സ്ഥാനാർത്ഥിയാവുന്നതല്ല, ഇന്ത്യ ഉണ്ടാകുമോ നാളെ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പൗരനായി ഇവിടെ ജീവിക്കാൻ കഴിയുമോ? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കപ്പെടാൻ പോകുന്ന ഒരു കാലത്ത്, അപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം എന്നതിനപ്പുറത്ത് പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അവിടെയാണ് പ്രശ്നം. എന്താണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ്? ശരി, ഓക്കെ. അത് ഇന്ത്യയുടെ അതിജീവനത്തിന്റെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവനത്തിന്റെ ഒരു അവസാന ബസ്സാണ് എന്ന ഒരു ധാരണ വേണം. അവിടെയാണ് ഉയർന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസവും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അത്തരത്തിലാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യേണ്ടത്. ശരി, ഓക്കെ. അങ്ങനെ തന്നെ സമീപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെ അങ്ങനെയാണ് കാണേണ്ടത്. അത് ഇവിടെ CPIM ഓക്കെ, അതാണ് CPM-ന്റെ കാഴ്ചപ്പാട്. ഡോക്ടർ ആസാദ്, നോക്കൂ, ഇപ്പോ കുറ്റ്യാടിയിലെ പ്രശ്നം വേറൊന്നാണ്, റാന്നിയിലെ പ്രശ്നം വേറൊന്നാണ്. ഇത് അണികളുടെ രാഷ്ട്രീയ ബോധ്യമില്ലായ്മയുടെ പ്രശ്നമാണോ അതോ രാഷ്ട്രീയ ബോധ്യത്തിന്റെ പ്രശ്നമാണോ എന്ന ഒരു കാര്യം കൂടി എന്റെ മനസ്സിലുണ്ട്. കാരണം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള, പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും തുടർച്ചയായി വിജയിച്ചു കൊണ്ടുവന്നിരുന്ന ഇടങ്ങൾ ഘടകകക്ഷി കൊടുക്കേണ്ടി വരുന്നു. മുന്നണി രാഷ്ട്രീയത്തിൽ അതൊക്കെ അനിവാര്യതയാണ്. ഒരു ഘടകകക്ഷിയെ വേണമെങ്കിൽ അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം എന്നൊക്കെ മുന്നണി രാഷ്ട്രീയത്തിൽ പറയാം. CPM വളരെ കാലം ഭൂപ്രഭു വർഗത്തിന്റെ പാർട്ടി എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന, കയ്യേറ്റക്കാരുടെയും കായൽ രാജാക്കന്മാരുടെയും പാർട്ടി എന്ന് ആരോപിച്ചുകൊണ്ടിരുന്ന കേരള കോൺഗ്രസ് വരുമ്പോൾ സ്വന്തം ചിഹ്നത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങൾ അവരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഭാഗമായി അണികൾ ഉൾക്കൊള്ളണോ വേണ്ടയോ? അഭിലാഷ്, കുറ്റ്യാടിയെ പറ്റി താങ്കൾ ആദ്യം പറഞ്ഞത് വളരെ വലിയൊരു വാസ്തവമാണ്. ആ പ്രദേശത്ത് സമീപ പഞ്ചായത്തുകളിൽ മുഴുവൻ നിയോജക മണ്ഡലത്തിൽ മുഴുവൻ മറ്റ് പാർട്ടികളാണ് നിൽക്കുന്നത്, മറ്റ് ചിഹ്നങ്ങളാണുള്ളത്. ഇപ്പോൾ നാദാപുരത്താണെങ്കിലും വടകരയാണെങ്കിലും അതിന് ചുറ്റുവട്ടത്ത് അതാ സ്ഥിതി. അപ്പോൾ ഇതുകൊണ്ട് അവിടെ ഒരു ഇതുമില്ലാത്ത, വേരുമില്ലാത്ത ഒരു പാർട്ടി കേരള കോൺഗ്രസ് ജോസ് വിഭാഗം വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പ്രയാസമുണ്ട് എന്ന് മാത്രമല്ല, കോഴിക്കോട്ടെ രാഷ്ട്രീയ സംവാദങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് മാണിക്കെതിരായ പഴയ സമരം, കോഴ കേസാണെങ്കിലും അത് നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്നുള്ളതാണെങ്കിലും നിയമസഭയിൽ നടത്തിയ സമരത്തിന്റെ മോശമായ വശങ്ങളെ പറ്റിയാണെങ്കിലും ഒക്കെ ചർച്ച വരും. ഈ ചർച്ച തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നടക്കുന്ന പോലെ വടക്കൻ കേരളത്തിൽ വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അത് ക്ഷണിച്ചു വരുത്തുകയാണ് കുറ്റ്യാടി ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഒരു സാധാരണ ആളുകളുടെ ഒരു സംശയമുണ്ട്. അതുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് താങ്കൾ സൂചിപ്പിച്ച പോലെ റാന്നി, കുറ്റ്യാടി തുടങ്ങിയുള്ള ഇത്തരത്തിലുള്ള അവരുടെ കോട്ടകൾ കൈവിട്ട് കൊടുക്കുമ്പോൾ ഈ പാർട്ടി 80കളുടെ തുടക്കത്തിൽ 2 പാർട്ടി കോൺഗ്രസുകൾ കേരളത്തെപ്പറ്റി ചർച്ച ചെയ്ത കാര്യം അവർ ഓർക്കണം. ഒന്ന് വിജയവാഡ കോൺഗ്രസും 85ലെ കൽക്കത്ത കോൺഗ്രസുമാണ്. ഈ 2 കോൺഗ്രസ് പറഞ്ഞ കാര്യം മുസ്ലിം ലീഗുമായും ഒക്കെ ഉണ്ടാക്കിയ, കേരള കോൺഗ്രസുമായും ഒക്കെ ഉണ്ടാക്കിയ പലതര ബന്ധങ്ങളെ പറ്റി, അന്ന് മുസ്ലിം ലീഗായിട്ടുള്ളതാണ്, ബന്ധങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ആ സമുദായത്തിൽ എന്ത് സ്വാധീനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പരിശോധിച്ച് നോക്കുമ്പോൾ അതല്ല സംഭവിച്ചത്. ആ പാർട്ടികൾക്ക്, സാമുദായിക പാർട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞു. ആരുടെ ശക്തിയിൽ? ഇടതുപക്ഷത്തിന്റെ ശക്തിയിൽ. തിരിച്ചു വല്ല ഗുണമുണ്ടായോ? ആ മേഖലയിൽ എന്തെങ്കിലും വളരാൻ പറ്റിയോ? അത് ഉണ്ടായതുമില്ല. അതുകൊണ്ട് സമുദായ കക്ഷികളുമായി ബ്രേക്ക് ചെയ്യണം, അത് വിട്ടുപോരണം എന്ന തീരുമാനം വിജയവാഡ കോൺഗ്രസ് തീരുമാനിക്കുന്നു. കൽക്കത്ത പാർട്ടി കോൺഗ്രസിൽ ശക്തമായ തീരുമാനമായി വന്നതിന് ശേഷമാണ് അഖിലേന്ത്യാ ലീഗിനെ വിട്ടത്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം CPMന്റെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ കൊടുക്കുമ്പോൾ കുറ്റ്യാടിയിലാണെങ്കിലും റാന്നിയിലാണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിലും ചങ്ങനാശ്ശേരി പോലുള്ളടത്ത് അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും കൊടുക്കുന്ന സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ വലതുപക്ഷ അജണ്ടയ്ക്ക്, വലതുപക്ഷ താല്പര്യങ്ങൾക്ക്, അവരുടെ സാമുദായിക സ്വാധീനങ്ങൾക്ക് ഇടം തുറന്നു കൊടുക്കുകയാണ്. അത് അത്രത്തോളം പോകണോ ഇത്തരം ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന് എന്നുള്ള സംശയം സ്വാഭാവികമാണ്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഗുണമാണോ ചെയ്യുക? ഗുണമാണ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ജോസ് കെ മാണിയെ കൂട്ടുന്നതിലുള്ള ഒരു നമ്മൾ അധികാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു നിലവിൽ അത് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കാര്യം, ഒരു താൽക്കാലിക അജണ്ട, ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്ന നിലയിലാവുന്നത് ഗുണപരമാണോ? ഇതാണ് അവിടുത്തെ ചോദ്യം. ഇപ്പൊ കുറ്റ്യാടിയിലൊരു സംഭവം നാദാപുരത്താണെങ്കിലും പേരാമ്പ്രയാണെങ്കിലും വടകരയാണെങ്കിലും സ്വാധീനിക്കും. അതിന് ചുറ്റുവട്ടങ്ങളിലേക്ക് കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷ LDFന് കിട്ടാവുന്ന സീറ്റുകൾ നിലനിർത്താൻ അങ്ങേയറ്റം ക്ലേശിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് ഒരു ഉറപ്പില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് കുറ്റ്യാടി ജോസ് കെ മാണിക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു നഷ്ടമാണ് എന്ന് അവിടുത്തെ പ്രാദേശിക സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ഡൊമിനിക് പ്രസന്നേഷ്, താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? LDFിലേക്ക് വന്നപ്പോൾ 2 MLA-മാരാണ് കേരള കോൺഗ്രസ് ജോസിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അവർക്ക് 13 സീറ്റ് കിട്ടി. ആ 13 സീറ്റ് കിട്ടിയെന്ന് മാത്രമല്ല CPMന്റെ സിറ്റിംഗ് സീറ്റുകൾ അവർ ഒഴിവായി കേരള കോൺഗ്രസിന് കൊടുക്കുന്നു. റാന്നി പോലെ, ചാലക്കുടി പോലെയുള്ള സീറ്റുകൾ, അവർക്ക് ജയസാധ്യതയുള്ള കുറ്റ്യാടി പോലെയുള്ള സീറ്റുകൾ CPIയുടെ കയ്യിൽ നിന്ന് സീറ്റ് കൊടുക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു ഘടകകക്ഷിക്കും കിട്ടാത്ത വിധത്തിൽ രാജകീയമായ പരിഗണന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്, ജോസിനെ സംബന്ധിച്ച് കിട്ടുന്നു. അത് പൊതുവെ നിങ്ങൾ ഈ CPMനെ കുറിച്ച് പറയുന്നത് അവർ ഘടകകക്ഷികളെ നല്ല നിലയ്ക്ക് സ്വീകരിക്കാത്ത ആളുകളാണ്, മോശം അനുഭവം LDFിൽ പോയാൽ ഉണ്ടാകും എന്നൊക്കെയാണല്ലോ. അപ്പോൾ ആ മുൻവിധികളെ പോലും അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഉള്ള ട്രീറ്റ്മെന്റ് ആണോ അവർക്ക്? എന്ത് തോന്നുന്നു? ഇതിൻ്റെ അകത്ത് 2ആയിട്ട് കാണുക. അഭിലാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കറക്ഷനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ ശ്രേയംസ് കുമാറിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ കേട്ടു. അദ്ദേഹം വളരെ ഖിന്നനായിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒതുക്കി, UDFിലുള്ളപ്പോൾ ഇത്ര കിട്ടി, LDFിലുള്ളപ്പോൾ ഇത്ര കിട്ടി. അപ്പോഴൊരു ഇടതുപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ
CPM-ന്റെ ആശയങ്ങൾ യോജിച്ചു പോകുന്ന LJD അതുപോലെ തന്നെ മറ്റവരുടെ ഉടല മറ്റേ പാർട്ടിയുണ്ടല്ലോ, അവർക്ക് രണ്ടുപേർക്കും വലിയ പരാതികളാണ്. പക്ഷെ എന്തുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇങ്ങനെ കൊടുത്തുവെന്നതിനെ കുറിച്ച് അനാലിസിസ് നടത്തുമ്പോഴാണ് അറിയേണ്ടത്. CPM-ന് ഇത്തവണ ഒരു പ്രത്യേകിച്ച് മാണി സാർ പ്രതിനിധാനം ചെയ്തിരുന്ന ആ വിഭാഗത്തിലേക്ക് കടന്നു കയറണം. അതിനെന്താ മാർഗം? അതിനവർ കണ്ടുപിടിച്ച ഒരു കുറുക്കുവഴിയാണ്. പിന്നെ വേറെ നോടുണ്ട്. ഇപ്പൊ ചാലക്കുടിയിൽ അവിടെ സിറ്റിംഗ് MLA 3 പ്രാവശ്യം ജയിച്ച BD ദേവസ്യം മാറ്റിയിട്ട് ആ സീറ്റ് കൊടുത്തത്. 5 പ്രാവശ്യം ജയിച്ച രാജു അബ്രാനെ മാറ്റി അവിടെ കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ നേരത്തെ പോലെ ഒന്ന് ഇവർ രണ്ടുപേരെയും മാറ്റുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിഭാഗത്തിലേക്ക് ഇവര് വഴി ഒരു പാലമിടാം എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിമോഹമാണ് എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അവരുടെ അത് അതിമോഹമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങും. എന്തുകൊണ്ടെന്നാൽ മാർക്സിസ്റ്റ് അണികൾ എഗ്രി ചെയ്യണ്ടേ. ഇപ്പൊ എറണാകുളം ജില്ലയിൽ അവര് പെരുമ്പാവൂര് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് സീറ്റ് കൊടുത്ത് അവർ തോറ്റുപോയി. മാണി കോൺഗ്രസ് അവിടെ ജയിച്ചത് ജോസഫിന്റെ ആളും കോൺഗ്രസുമാണ്. പക്ഷെ എന്നാലും അവർ ചെയ്യാൻ കാരണം അവരുടെ പാർട്ടിക്കകത്തുള്ള ചിലരെയൊക്കെ ഒഴിവാക്കണം, എടുത്താൽ ചിലർക്ക് കൊടുക്കേണ്ടി വരും, അത് ഒഴിവാക്കുക. ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കൂടെ ആവാം. ചിലരെയൊക്കെ ഒഴിവാക്കുമ്പോഴേക്കും അവരുടെ പാർട്ടിയിൽ വേറെ ആളെ കൊണ്ടുവരുമ്പോഴേക്കും ഇതിനേക്കാൾ രൂക്ഷമാകും. അന്ന് ഈ ഒരു പാലം വീണാമല്ലോ, അതുകൊണ്ടുള്ള ഒരു ധാരണ. മാത്രമല്ല എറണാകുളം ടൗണിൽ ഇന്നലെ പ്രഖ്യാപിച്ച മീൻസ് പത്രങ്ങൾ വന്നതാണ്, ഇപ്പോഴത്തെ സിറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അനൗൺസ് കേട്ടത്. പക്ഷെ ഇന്നലെ അത് മാറി ഒരു സമുദായവുമായി വളരെ ഐഡന്റിഫൈ ആയിട്ടുള്ള ആളുടെ പേരായി ഇപ്പോൾ കേൾക്കുന്നത്. അത് ഫൈനലാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയത്തിൽ എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിക്കണം, അതിന് ചില വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാം. അതിന്റെ കൂടെ ഒരു തന്ത്രമായിട്ട് കൂടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് പ്രയോഗിക്കുന്നത്. അതിനൊരു പാലമായി, ഒരു ഏണിയായി ജോസ് കെ മാണി വിഭാഗത്തെ ഉപയോഗിക്കാം എന്നുള്ള അവരുടെ ഒരു തീരുമാനമായിരിക്കാം ഇതിന്റെ പിന്നിലുള്ളത് എന്നാണ് എന്റെ വിലയിരുത്തൽ. അതിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പൊ ഈ സാമുദായികത UDF ഉപയോഗിക്കുന്നതല്ലേ, UDF-ന് മാത്രമായി ഉപയോഗിക്കാനുള്ളതല്ലോ. ഇപ്പൊ എറണാകുളത്ത് ഒരു ലാറ്റിൻ കാത്തലിക് സഭാ നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെ മത്സരിപ്പിച്ചാലേ ജയസാധ്യതയുള്ളൂ. ഇപ്പൊ കോൺഗ്രസും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ഇപ്പൊ താങ്കൾ പറഞ്ഞ അതുപോലെ തന്നെ ഈ ജനതാദളിന്റെ കാര്യം, വീരേന്ദ്രകുമാറിന്റെ ജനതാദളിന്റെ കാര്യം എടുത്താൽ അവർക്ക് നിലവിലൊരു ഒറ്റ സീറ്റ് നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ CPM അവർക്ക് കൊടുത്തിട്ടുള്ള 3 സീറ്റ് ഏതാ? ശൈലജ ടീച്ചർ ജയിച്ച കൂത്തുപറമ്പ് കൊടുത്തു, ശശീന്ദ്രൻ ജയിച്ച കൽപ്പറ്റ കൊടുത്തു, 2 മരുവാൾ ചുറ്റികയിൽ ജയിച്ചു വന്ന മണ്ഡലങ്ങളാണ്. ഇത് പോരാഞ്ഞിട്ട് അവരുടെ എതിർവിഭാഗം ജനതാദളിന് ജയിച്ച വടകരയും കൊടുത്തു. അപ്പോ നമ്പർ കുറഞ്ഞെങ്കിലും സിറ്റിംഗ് സീറ്റ് എടുത്ത് കൊടുത്തിട്ടല്ലേ അവരെ സ്വീകരിച്ചത്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ വരേണ്ടി വരുന്നത്? CPM നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മുന്നിൽ വളരെ ഇൻടാക്റ്റാണ്, ഞങ്ങൾക്ക് ശക്തിയുണ്ട്. അങ്ങനെ ശക്തിക്കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ വീരന്റെ പാർട്ടിയെ കൂടെ ഒരുമിച്ച് നിർത്തുക, അതിന്റെ എതിർ പാർട്ടിയെ കൂടെ നിർത്തുക, ജോസ് കെ മാണിയെ പിടിച്ചോണ്ട് വരിക. അതിന്റെ അർത്ഥം അവർക്ക് തന്നെ പഴയ 2016 വിജയിച്ച മുന്നണി വീക്കായിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ പിടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് രാജിവെച്ച് പോകുന്നവരെ പുറകെ അടയ്ക്കുക. ഇപ്പോൾ വയനാട് ജില്ലയിൽ കൂടെ രാജിവെച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് LDF-ന്റെ ഇൻഹറന്റ് വീക്ക്നെസ് ആയിരിക്കുന്നു. വെച്ചാൽ അവർക്ക് 2016 അവർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ശക്തി അവർക്കില്ല. അതുകൊണ്ടല്ല ഇങ്ങനെയുള്ള കൂട്ടുപിടിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ തെറ്റ് പറയാൻ പറ്റുമോ? അവർക്ക് ആ ശക്തി ഇല്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ കൂട്ടുപിടിക്കേണ്ടി വരുന്നു, ജനതാദളിന്റെ 2 വിഭാഗത്തെ ഒരുമിച്ച് ചേർത്തേണ്ടി വരുന്നു, എല്ലാവരും കൂട്ടുപിടിക്കല്ലേ അവര്. അതിനു പുറമെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് സീറ്റ് കിട്ടാതെ രാജിവെക്കുന്നവരെ ഇപ്പൊ ചാക്കിട്ടിരിക്കുക. അപ്പൊ LDF-ന്റെ വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ റഹീം, ഇപ്പോ കേരള കോൺഗ്രസ് ഇടത് മുന്നണിയിലേക്ക് വരുമ്പോൾ അവർക്ക് ജയിക്കാവുന്ന സീറ്റുകൾ കൊടുക്കണം എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല. പക്ഷേ അത് ആത്യന്തികമായി CPM-ന്റെ രാഷ്ട്രീയ വളർച്ചയെ ചിലയിടങ്ങളിലെങ്കിലും മുരടിപ്പിക്കും എന്ന നിരീക്ഷണം ശരിയായി വരില്ലേ? ഇപ്പോ വിവിധ മണ്ഡലങ്ങൾ, പഴയ മേപ്പയൂരിന്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ള കുറ്റ്യാടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. റാന്നി എടുക്കും. റാന്നിയിൽ നിന്നിപ്പോ ഏതാണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ആ മണ്ഡലം കേരള കോൺഗ്രസിന് കൊടുത്തതിനെ എതിർക്കുകയാണ്. പെരുമ്പാവൂരിൽ ഒറ്റ തവണ, കഴിഞ്ഞ തവണത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് സാജു പോൾ തോറ്റുപോയത്. അല്ലെങ്കിൽ അത് CPM-ന്റെ മണ്ഡലമാണ്. ചാലക്കുടിയുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ
ഈ ഞാനിപ്പോ പറഞ്ഞ അവസാനത്തെ മണ്ഡലങ്ങൾ എടുത്താൽ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് നല്ല മേൽക്കൈയുള്ള ഇടങ്ങളിൽ പൊളിറ്റിക്കലി വർക്ക് ചെയ്ത് CPM-ന്റെ പ്രവർത്തകർ CPM-ന്റെ ചിഹ്നത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഇടത്ത്, അതായത് ഈ സാമുദായിക കക്ഷികളൊക്കെ അപ്പുറത്ത് UDF-ൽ നിൽക്കുമ്പോൾ പോലും LDF ജയിച്ച ഇടത്ത് അവിടങ്ങളൊക്കെ ഒരു സാമുദായിക നിറം കൂടിയുള്ള കക്ഷിക്ക് ഒഴിഞ്ഞു കൊടുക്കുക വഴി ആത്യന്തികമായി നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനെ നിങ്ങൾ വീക്കൻ ചെയ്യുന്നതിന്റെ രോഷം കൂടി നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാൻ താങ്കളുടെ ഈ വിയോജിപ്പിനോട് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ബഹുമാന്യനായ ശ്രീ ഡൊമിനിക് പ്രസന്റേഷന്റെ നിരീക്ഷണം എനിക്ക് വളരെ ഖേദകരമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം അതിനെ കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ മതവിഭാഗത്തിലേക്ക് കടന്നു കയറുന്നതിനുള്ള ഞങ്ങളുടെ വിഫല ശ്രമമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ നിലപാടുകൾ മതി സാർ, ഞങ്ങളുടെ നിലപാടുകൾ മതി. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഗവൺമെന്റ് സമയത്തായിരുന്നുവെങ്കിൽ സംവരണേതര വിഭാഗത്തിന് എന്നെങ്കിലും ഒരിക്കൽ സംവരണമെന്ന് ചിന്തിക്കാനാകുന്നു. അങ്ങനെ ഒരു കടലാസ് ക്യാബിനറ്റിന്റെ മേശപ്പുറത്തേക്ക് വരാനുള്ള ധീരതയുണ്ടാകുമോ? ശ്രദ്ധിക്കണം, നിങ്ങൾ തന്നെ ആ വിഭാഗങ്ങളോട് വർഷങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെടുത്തു വെക്കാൻ, അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക്, താങ്കൾ പറയുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇതറിയാം. സ്റ്റാൻസോബി ജയിലിലാണ്. ഇന്ത്യയിൽ മതവിശ്വാസം, ആരാധനാക്രമങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. സഭാതർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കല്ല ഞാൻ പറയുന്നത്, പൊതുവിലുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സെക്കുലർ ഫാബ്രിക്സിന് കാവൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്നും ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണെന്നും നല്ല തിരിച്ചറിവ് ഈ വിഭാഗങ്ങൾക്കുണ്ട്. ഇനി അങ്ങ് നോക്കൂ, അങ്ങ് പറഞ്ഞൊരു കാര്യം, ഈ വിഭാഗം കേരള കോൺഗ്രസ് എം ഞങ്ങളോടൊപ്പം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ വലിയ രാഷ്ട്രീയ വ്യത്യാസം കാണാൻ കഴിയും. കേരള കോൺഗ്രസ് മാണി വരുന്നതിന് മുമ്പല്ലേ കോന്നി ഞങ്ങൾ പിടിക്കുന്നത്? പാല മാണിക്ക് മുമ്പേ LDF-നൊപ്പം വന്നു, അത് മനസ്സിലാക്കണം. പിന്നെ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ താങ്കൾ സൂചിപ്പിച്ചു എറണാകുളത്തെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, എറണാകുളം മണ്ഡലത്തിലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, നിങ്ങൾ പാട്ടും പാടി ജയിക്കുന്നിടത്ത് പാട്ടും പാടിയല്ല മുട്ടിലിഴഞ്ഞാണ് ജയിച്ചു കയറിയത്. എങ്ങനെ ആ മാറ്റമുണ്ടായി? പരമ്പരാഗതമായി UDF-ന്റെ പിന്നിൽ അണിനിരുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും ഞങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ കാണാൻ കഴിയും. അങ്ങയുടെ മറ്റൊരു നിരീക്ഷണവും രസകരമാണ്. കഴിഞ്ഞ 2016 ഇപ്പോൾ ഇടതുപക്ഷം ദുർബലമായി എന്നാണ്. സഭയിലെ അംഗസംഖ്യ കണ്ടിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ അങ്ങക്ക്? നിങ്ങൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളിൽ ഉള്ളതിനേക്കാൾ ആളുകളുടെ എണ്ണം കുറയുകയും ഞങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു. ഈ ഗവൺമെന്റിനെ നേരിട്ട് വിലയിരുത്തുന്നു എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ഗവൺമെന്റ് കാലത്ത് നടന്ന നിയമസഭയിലേക്കുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മേൽക്കൈയുണ്ടായി, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. നിങ്ങളുടെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് വിജയിച്ചു. ഇതെല്ലാം വരുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളാണ്. പിന്നെ ഞങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഘടകകക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജെന്റിൽമെൻ അഗ്രിമെന്റിലേക്ക് പോകാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിലെവിടെയെങ്കിലും അതൃപ്തി വരുന്നുണ്ടോ, അപസ്വരങ്ങൾ വരുന്നുണ്ടോ? അതെല്ലാം തന്നെ വളരെ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തൽ വരുന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ്. അതൊക്കെ പരിഹരിക്കപ്പെടാവുന്ന, പേച്ചപ്പ് ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. പൊതുവിൽ നോക്കിയാൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകന്റെ മനസ്സിലിരിപ്പ്, അവന്റെ മനസ്സിലെ ആഗ്രഹം ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരണം എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ സ്വാഭാവികമായി പരിമിതമായ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാനും അത് വളരെ വർദ്ധിത ആവേശത്തോടു കൂടി മുൻപോട്ട് പോകാനും കഴിയുന്ന ശക്തമായ ശരവേഗത്തിൽ ഇതെല്ലാം ശരിയാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസവും ഞങ്ങൾ. ശരി, അതാണ് ആത്മവിശ്വാസം. നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഇടവേള വേണം. ശ്രീ റഹീം, ഞാൻ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചകൾക്ക് വീണ്ടും. ഡോക്ടർ ആസാദ്, ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയിലുള്ള സമീപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെയും ഇപ്പോ പലയിടത്തും സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിൽ നേതാക്കളുടെ പാർലമെന്ററി മോഹത്തിനും ഒരു പങ്കില്ലേ? എനിക്ക് നേതാവാകണം, എനിക്ക് MLA ആവണം, എനിക്ക് മന്ത്രിയാവണം തുടങ്ങിയ നിലയിലുള്ള മോഹങ്ങളില്ലാത്ത മോഹമുക്തരായ ആളുകളൊന്നും അല്ലല്ലോ CPM-ൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ മുൻപ് ആ കാര്യങ്ങളൊക്കെ എല്ലാം പാർട്ടിയുടെ കീഴിലാണ് എന്ന മട്ടിലുള്ള ഒരു തരത്തിലുള്ള തടയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അങ്ങനെ പോലും വേണ്ട എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, CPM-ന്റെ നേതാവായിരുന്ന, പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന, ഉറപ്പാണ് തുടർഭരണം എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്ന ഒരു കക്ഷി NDAയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു അരൂരിൽ ജ്യോതിസ് എന്ന പേരുള്ള ഒരാൾ എന്നാണ്. അപ്പോ എനിക്കിപ്പോ ഈ CPM എന്ന എന്റെ പാർട്ടി സീറ്റ് തരുന്നില്ലെങ്കിൽ ഞാൻ വേണേ NDAയുടെ സ്ഥാനാർത്ഥിയാകാം എന്നുള്ള നിലയിലേക്ക് മോഹം ബാധിച്ച ആളുകളുടെ പ്രശ്നം കൂടി ഇതിലില്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, അത്
നമ്മളിപ്പോഴാണ് പറയുന്നതെങ്കിലും CPM വളരെ നേരത്തെ തന്നെ CPMന്റെ നേതൃത്വം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്തേക്ക് എങ്ങനെയാണ് പാർലമെന്ററി അവസരവാദം കടന്നു വരുന്നത് എന്ന് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് CPM. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ അതിന്റെ നിലവിലുള്ള അതിന്റെ ഒരു ഘടന, അതിന്റെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് പൊതുവിലുള്ള ഒരു സാമൂഹ്യാവസ്ഥയും കൂടി ചേർന്ന് നോക്കുമ്പോൾ അത് കൂടുതൽ അത്തരം പ്രവണതകളിലേക്ക് വഴുതുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്ത്, ഒരു ഗ്ലോബലൈസേഷന്റെ കാലത്ത് വേറിട്ടൊരു ദ്വീപിലെന്ന പോലെ ആ പാർട്ടി നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊരു കാര്യമാണ്. പക്ഷെ അതേസമയം തന്നെ അതിന്റെ ലീഡർഷിപ്പ്, അത് എടുക്കുന്ന നയസമീപനങ്ങളിൽ നേരത്തെ ഉള്ള പോലത്തെ കൃത്യമായൊരു വർഗ സമീപനം എന്ന അർത്ഥത്തിൽ നിന്ന് വല്ലാതെ മാറിക്കഴിഞ്ഞു. ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് സമീപനത്തിലേക്ക് അത് പോയി. വികസനത്തെ സംബന്ധിച്ച ഒരു കോർപ്പറേറ്റ് വികസന സങ്കല്പത്തിലാണ് അവർ നിൽക്കുന്നത്. കോർപ്പറേറ്റ് വികസന സങ്കല്പം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക ഭൂമിക എന്ന് പറയുന്നത് വർഗവൈരുദ്ധ്യത്തിന്റെ ഒരു പ്രത്യക്ഷ ഭൂമിയല്ല, അതിന്റെ പ്രത്യക്ഷ രംഗമല്ല അത്. അവിടെ മറ്റു പല താല്പര്യങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ക്ഷേമ പദ്ധതിയും കിറ്റും ഒക്കെ വളരെ പ്രധാനമായി തീരുന്നത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ക്ഷേമ പദ്ധതിയും കിറ്റും വളരെ പ്രധാനമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. മാത്രമല്ല, നിർമ്മാണ വ്യവസായത്തിന്റെ, പാലമാവാം, സ്കൂളാവാം, ആശുപത്രി ആവാം, കെട്ടിട നിർമ്മാണത്തിന്റെയും നിർമ്മാണ മൂലധനത്തിന്റെയും ഒരു പുതിയ വികസന ചുറ്റുപാട് രൂപപ്പെട്ടു വരുന്നു. അതിന്റെ അനുബന്ധ പദ്ധതികൾ രൂപപ്പെട്ടു വരുന്നു. അതിനകത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമാവുകയാണ്. ഒരു പ്രശ്നമുണ്ടല്ലോ, നേരത്തെ സംവരണത്തെ പറ്റി പറഞ്ഞല്ലോ റഹീം. ഈ മുന്നോക്ക സംവരണം എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ് നടപ്പാക്കില്ല, UDF നടപ്പാക്കില്ലെങ്കിൽ NDA നടപ്പാക്കും. BJP താല്പര്യമുള്ളവരാണ്. BJPക്കും CPMനും നടപ്പാക്കാൻ പറ്റുന്നു. അവിടെയാണ് പ്രശ്നം. എങ്ങനെയാണ് പറ്റുന്നത്? അടിത്തട്ടിൽ ഏറ്റവും ദരിദ്രരായ മുന്നോക്കക്കാർ എങ്ങനെയാണ് അവർ സംരക്ഷിക്കേണ്ടത്? അവർക്ക് ഭൂമി അടിസ്ഥാന ആവശ്യങ്ങളിൽ പുതിയ പരിഷ്കരണം വരുത്തിക്കൊണ്ടാണ്. ഭൂവിതരണത്തിന്റെയും ഭൂ ഉപയോഗത്തിന്റെയും തൊഴിൽ വിതരണത്തിന്റെയും ഒക്കെ മേഖലകളിൽ വരുത്തേണ്ട പദ്ധതി, അവർക്കായി ആസൂത്രണം ചെയ്യാവുന്ന ക്ഷേമ പദ്ധതികൾ, അത്തരത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട പദ്ധതി കാണേണ്ടതിന് പകരം ഭരണഘടന തുറന്നു വെച്ചിട്ടുള്ള ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന, നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടവർക്ക് കൊടുത്തു പോന്ന ഒരു താൽക്കാലികം, അത് അവസാനിപ്പിക്കേണ്ട കാലമുണ്ട്. ആ താൽക്കാലികമായ ഒരു സംവിധാനത്തെ മുന്നോക്ക വിഭാഗങ്ങളിലേക്ക് കൂടി കൂട്ടിക്കെട്ടുകയാണ്. അത് BJP ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് CPM ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അത് ഒരു നവഹൈന്ദവതയുടെ അകത്തേക്ക് കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഭീകരത. അത് അണികളിലുണ്ട്. ആ അണികളിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിന്റെ പലതരത്തിലുള്ള പ്രസരണമായി അത് പുറത്തു വരും. ശരി, അതാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിമർശനം. അതിന് റഹീം മറുപടി പറയും. അതിനു മുൻപ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസിലും ഇതേ കാര്യം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യണ്ടേ? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടായിരിക്കും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ തവണയും, എല്ലാ 5 വർഷവും ചർച്ച നടക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് BJP ചാക്കും കൊണ്ട് നിൽക്കുന്നു എന്നതുകൂടിയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ പിക്ചർ പോലും മാറ്റാതെയല്ലേ പന്തളം പ്രതാപൻ BJP ചേർന്നത്. ഇപ്പോൾ CPMന്റെ ഒരാള് അരൂരിൽ BDJSന്റെ ഭാഗമായി NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പുള്ളിയും ഫേസ്ബുക്കിൽ LDF വരും ഉറപ്പാണ് എന്ന് പോസ്റ്റ് ഇട്ടിരുന്ന ആളാണ്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ഇടക്കമുള്ള ആളുകൾ നാളെ പോയി BJP ചേരുമോ എന്നുള്ളത് വലിയ ടെൻഷനായി മാറില്ലേ? ഇപ്പം BJP പോയിരിക്കുന്നത്. ഇപ്പോഴ് വയനാട്ടിൽ ഞങ്ങളുടെ കൂടെ നിന്ന് രാജിവെച്ച ഒരാളെയാണ് ഞാൻ മനസ്സിലാക്കിയത്. റഹീമിനാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടത് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നതാണ് അവിടെ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും അവരങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വേറെന്ന് പറയാം. ഇപ്പം അദ്ദേഹം എറണാകുളത്തിൻ്റെ കാര്യം പറഞ്ഞു. എറണാകുളം കഴിയാൻ ബൈലക്ഷൻ ദിവസം ഉണ്ടായ അതിരൂക്ഷമായ വെള്ളപ്പൊക്കം, അതുകൊണ്ട് 52% ആവറേജ് പോളിംഗ് വന്നത്. ചിലർ 40 എന്നിട്ട് പോലും ഞങ്ങളവിടെ 3000 വോട്ടിന് ജയിച്ച ഒരു പാരമ്പര്യമുണ്ട്. കോൺഗ്രസിന് അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ റഹീമിയുടെ ചില കാര്യമൊക്കെ പറഞ്ഞല്ലോ. റഹീമെ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം മണ്ഡലത്തിൽ നിർത്തിയത് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ പഴയ പത്രപ്രവർത്തകന്റെ പുത്രനായിരുന്നു. അവർക്ക് ആ ഒരു സെക്യുലർ ഔട്ട്ലുക്ക് ഉള്ളവരായിരുന്നു. ഇപ്പം നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ എത്തി നിൽക്കുന്നത്, എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന, പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. ഞാൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടതനുസരിച്ചിട്ട് അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ വക്താവും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളും കിട്ടുന്ന ആൾക്കാരെ നിങ്ങൾ ഉപയോഗിക്കുന്നു. അല്ല, ഈ ഷാജി ജോർജ് മോശക്കാരനല്ലല്ലോ ഡൊമിനിക് പ്രസന്റേഷൻ. അദ്ദേഹം ഈ സമുദായ സംഘടനാ പ്രവർത്തനം മാത്രമല്ലല്ലോ, അദ്ദേഹം പ്രസാദനം, സാംസ്കാരിക പ്രവർത്തനം ഒക്കെ നടത്തുന്ന ആളല്ലേ. പൊതുകാര്യ പ്രസക്തനാണ്.
ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നത്? ഞാൻ പേര് പറയാത്തത് എൻ്റെ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ടാണ്. അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നത് അഭിലാഷ്? സംസ്കാര പ്രവർത്തനമായിട്ടല്ലല്ലോ. അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിലെ തീരദേശത്തുള്ള ഒരു പ്രബല സമുദായത്തിൻ്റെ വക്താവായിട്ടല്ലേ. അതിൻ്റെ അവരുടെ ഒരു അസോസിയേഷൻ്റെ ഉണ്ടായുള്ള എൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചിലപ്പോൾ ലെഫ്റ്റ് ചിന്താഗതിയുള്ള ആളായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആദ്യം പ്രഖ്യാപിച്ച ഒരാള് പത്രങ്ങൾ വന്നാണ്, റഹീമിന് തിരുത്താം. ആള് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് LDF സ്വതന്ത്രമായ ഒരാളുടെ പേരാവുന്നത്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത്, മാണി വിഭാഗത്തെ ഉപയോഗിച്ച് ആ കിഴക്കൻ ബെൽറ്റിൽ ഒരു പാലം ഉണ്ടാക്കുക, ഇദ്ദേഹത്തെ ഉപയോഗിച്ച് തീരദേശത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LDF വീക്കായിരിക്കുന്നു. 2016 LDF അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ആർഗ്യുമെന്റ് പറഞ്ഞാലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോഴേക്കും കോൺഗ്രസിൽ നിന്ന് പോകുന്നവരുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് LDF മാറേണ്ടി വന്നു എന്നതിൻ്റെ മറുപടി റഹീം പറഞ്ഞാൽ മതി, ഞാൻ അംഗീകരിക്കാം. ശരി, അതാണ് ശ്രീ റഹീം. എല്ലാ തരത്തിലുമുള്ള വർഗീയ പ്രീണനമാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത്. നവഹൈന്ദവത എന്ന വാക്ക് ഇവിടെ ഡോക്ടർ ആസാദ് ഉപയോഗിച്ചു. അങ്ങനെ ഒരു പരിസരം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ CPM-ൽ നിൽക്കുന്ന ആളിന് വേണമെങ്കിൽ നാളെ എനിക്ക് BJP-യിലും ചേരാമെന്ന് തോന്നുന്നത്, പാർട്ടി ഓഫീസ് പെയിന്റ് അടിച്ച് BJP ഓഫീസാക്കുന്നത് എന്ന് ഒരു നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ എറണാകുളത്ത് KRLCCയുടെ നേതാവ് CPM-ന്റെ സ്ഥാനാർത്ഥിയാവുന്നു. ഇങ്ങനെ ഓരോ സമുദായ സംഘടനകളുടെയും വിലാസമുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രധാനപ്പെട്ട യോഗ്യതയായി വരുന്നത് എന്നുണ്ടോ? തെറ്റാണ് ആ നിരീക്ഷണം. ഇവിടെ ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു, കഴിഞ്ഞ തവണ മത്സരിച്ച മനു റോയി സെക്കുലർ കക്ഷിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ഇത് പറഞ്ഞോ? അപ്പോൾ നല്ല മനുഷ്യരായിരുന്നു പറയുന്നത്. ഞാനും ഡൊമിനിക് പ്രസന്റേഷനും അന്ന് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നില്ല ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഞാൻ പറഞ്ഞതായി കേൾക്കുന്നില്ല. ഒരു സംശയവും വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വേറൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ പറയും അന്ന് മത്സരിക്കുകയും അതിപ്പോൾ ഇയാൾ ജയിക്കുകയും ചെയ്യുമല്ലോ, അന്ന് ജയിക്കുകയും ചെയ്ത ആൾ ഗംഭീരായി എന്ന് പറയും. ഇതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ പറയുന്ന കാര്യമാണ്. ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് വരാത്ത ഒരുപാട് ജനവിഭാഗങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. നിങ്ങൾ അവരെല്ലാം ഈ വിശ്വാസവും ഇടതുപക്ഷവും തമ്മിൽ ചേർന്ന് പോകില്ല. അതുകൊണ്ട് വിശ്വാസികളായ ജനവിഭാഗങ്ങൾക്കെല്ലാം ഏക സാഹചര്യം, ഏക അവസരം UDF ആണെന്ന് പറഞ്ഞ് ആ ചിലവിലാണ് ബഹുമാനപ്പെട്ട ഡൊമിനിക് പ്രസന്റേഷന്റെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ യഥാർത്ഥത്തിൽ ഇത്രയും കാലം ജീവിച്ചു പോയിരുന്നത്. നിങ്ങൾ 5 വർഷങ്ങൾക്കിടയിൽ അധികാരത്തിൽ തെളിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഞങ്ങളോടൊപ്പം വരുന്നതിന് മുമ്പ് പാല വന്നൂന്നേ. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് വരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ വിമുഖത കാട്ടിയിരുന്ന് വോട്ട് ചെയ്തുകൊണ്ടല്ലേ. വട്ടിയൂർക്കാവിൽ നിങ്ങൾ ഈ പറയുന്ന ജനവിഭാഗം പ്രസക്തമാണല്ലോ, അവർ വോട്ട് ചെയ്തില്ലേ? വട്ടിയൂർക്കാവിലെ ഒരു വാർഡ് ഒഴികെ ബാക്കി എല്ലാ വാർഡിലും ഇടതുപക്ഷം ലീഡ് ചെയ്തെന്നേ. പ്രശാന്ത് എങ്ങനെ മാറി? അരിവാൾ ചുരുക്കിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്തു. ഇവിടെ ഇത് കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ആസാദിലേക്ക് പോകാം. ആസാദിന്റെ ചില ഗൗരവമായി മറുപടി പറയണമെന്ന് എനിക്കുണ്ട്. വേങ്ങര ഞങ്ങൾക്ക് എളുപ്പമുള്ള സ്ഥലമല്ലല്ലോ. വേങ്ങര ബൈ ഇലക്ഷനിൽ ഞങ്ങൾ പരാജയപ്പെടുമ്പോഴും ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. കഴിഞ്ഞ കാലങ്ങളെക്കാൾ വോട്ടിന്റെ തോത് വർദ്ധിച്ചു. മലപ്പുറം ബൈ ഇലക്ഷൻ വോട്ടിന്റെ തോത് വർദ്ധിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്. അതിന്റെ അർത്ഥമൊന്നേ ഉള്ളൂ, കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരിച്ചറിയുകയാണ്. ഇടതുപക്ഷമാണ് ഓൾട്ടർനേറ്റീവ്, പിണറായി ഗവൺമെന്റാണ് ഓൾട്ടർനേറ്റീവ് എന്ന്, ഇതാണ് അഭയമെന്ന് ഒരു നാടും ജനവിഭാഗങ്ങളും തിരിച്ചറിയുമ്പോൾ സെക്കുലർ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വരും. ഇതാണ് നിങ്ങൾക്ക് സെക്കുലർ ഫാബ്രിക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ കാണുകയാണ്. നിങ്ങൾ ഒരു വശത്ത് രാമക്ഷേത്രത്തിന് പണം പിരിക്കുകയാണ്. നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ പരാമർശിച്ചൊരു മണ്ഡലത്തിലെ MLA തന്നെ പോയി വോട്ട് ചേർത്തില്ലേ? ഒരു വിശദീകരണ കത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ കണ്ട ഒരു CPIM-ന്റെ ഒരു നേതാവ്, പത്രങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അങ്ങനെയാണ്, CPIM-ന്റെ ഒരു നേതാവ് ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരാളാണ് എന്നാണ് ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് കയറുമ്പോഴാണ് വിളിച്ചു ചോദിച്ച് മനസ്സിലാകുന്നത്. അയാൾ SNDP-യുടെ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ അയാൾ VDJS-ൽ പോയി എന്നാണ് പറയുന്നത്. CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സഖാവായിരുന്നു ഇന്നലെ മുൻകാലങ്ങളിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, പിന്നീട് അത് പ്രതികരിക്കാം. ഇവിടെ ഗൗരവമായ ചില കാര്യങ്ങൾ ആസാദ് പറഞ്ഞു. അതിന് എന്താ പറഞ്ഞൊരു പദം, എന്തോ ഹൈന്ദവത എന്തോ പറഞ്ഞു, വിട്ടുപോയി ആ പദം. പക്ഷെ അസലായിട്ടുണ്ട് കേട്ടോ ആസാദെ. എന്താണ് ആസാദിന്റെ പ്രശ്നം? അതെ അതെ അതെ, നവഹൈന്ദവത. പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ കിറ്റ്, പെൻഷൻ, ഇത്തരത്തിലുള്ള ക്ഷേമ കാര്യങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നു. അതേ നാവ് കൊണ്ട് തൊട്ടടുത്ത നിമിഷം ആസാദ് പറയാണ്
ഈ സംവരണം ഒന്നുമല്ല ചെയ്യേണ്ടത്, മറിച്ച് സാധാരണ മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവൻ പിറകിൽ നിൽക്കുന്നുവെങ്കിൽ അടിസ്ഥാനപരമായ അവന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അത് മാറ്റിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലാണ് വേണ്ടത്. രണ്ടും ഒരേ നാവുകൊണ്ടാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ വീട്, അത് മുന്നോക്കക്കാരനാകട്ടെ പിന്നോക്കക്കാരനാകട്ടെ ഏതു ആളുമാകട്ടെ, വീടില്ലാത്തൊരു മനുഷ്യനും അവശേഷിക്കരുത് എന്ന് ഇന്ത്യയിൽ തീരുമാനമെടുത്തൊരു സർക്കാരാണ്. എന്താണ് ഇടതുപക്ഷം? അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഇങ്ങോട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിലയേറിയ ക്ലാസ്സിന് നന്ദി. പക്ഷെ ഞാൻ ആസാദിനോട് പറയുന്നു, സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാനതിന് നന്ദിയല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാണപ്പാ നിങ്ങൾ ക്ലാസ് എടുത്തതെന്നല്ലല്ലോ അഭിലാഷ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നന്ദി പറയല്ലേ. അടുത്ത് കേട്ടോളന്നേ, ക്ലാസ്സിന് കുട്ടിക്കും പറയാലോ തിരിച്ച്. അങ്ങനെ ബോധന രീതിയാകെ മാറിയ കാലമാണല്ലോ, ബോധന രീതിയാകെ മാറിയല്ലോ. അധ്യാപകരെയും തിരിച്ച് ഇവാലുവേഷന് വിധേയമാക്കപ്പെടുന്ന പുതിയ അക്കാദമിക് കാലഘട്ടത്തിൽ ഞാനെന്ന വിദ്യാർത്ഥി അദ്ദേഹത്തോടൊന്ന് പറയുന്നതായി കണ്ടാൽ മതിയേ. കേൾക്കോഭിലാഷേ, എന്താ അദ്ദേഹം പറയുന്ന കഥ? എത്ര രസകരമാണ് മാഷേ നിങ്ങൾ ഈ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഈ ഇടതുപക്ഷത്തിന്റെ എന്താണ് പുറകിൽ നിൽക്കുന്ന, അടിത്തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരന്റെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുക, ഇത് അവന്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക, അവന്റെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക, അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക. അദ്ദേഹം എത്ര ഞാൻ കടുത്ത പദപ്രയോഗം ദയവേത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ അങ്ങയുടെ എല്ലാ വിനയത്തോടു കൂടി ചോദിക്കട്ടെ. കേരളത്തിലെ അദ്ദേഹം ഒരു പദം പ്രയോഗിച്ചു, രസകരമാണ് ആ പദം. നിർമ്മാണ രംഗത്തെ എന്തോ വലിയ മഹാപരാധം ചെയ്യുന്നു എന്നാണ്. എന്തൊക്കെ നിർമ്മിച്ചു? പാവപ്പെട്ടവന്റെ പള്ളിക്കൂടങ്ങൾ നിർമ്മിച്ചു. ഈ കാലഘട്ടം നിങ്ങൾ അത് ഈ നാവ് കൊണ്ട് വിശദീകരിച്ചല്ലോ, ഗ്ലോബലൈസ്ഡ് ഇറയാണെന്ന്. എന്താ ഗ്ലോബലൈസേഷന്റെ ബേസിക് പ്രിൻസിപ്പൽ? വിത്ഡ്രോവൽ ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ്. സ്റ്റേറ്റിന്റെ പിന്മാറ്റമാണ്. എല്ലാ സാമൂഹിക ദൗത്യങ്ങളിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണകൂടമേ നിങ്ങൾ പിന്മാറൂ എന്നതാണ് ഗ്ലോബലൈസേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഒരു മിനിറ്റ് കേൾക്കൂ. വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്മാറണം, ആരോഗ്യത്തിൽ നിന്ന് പിന്മാറണം, ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്മാറണം. പറഞ്ഞോട്ടെ, വലിയ ക്ലാസ് ആയിരുന്നല്ലോ അപ്പുറത്ത്. അപ്പൊ കുട്ടിയുടെ സംശയവും തിരിച്ച് കൂടും. അപ്പൊ പറയുന്നെന്താ, ഇതെല്ലാം ആയിക്കൊള്ളണമെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് ബദലാണ് കേരളത്തിലെ ഇടതുപക്ഷം. എന്തിനാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്? കിഫ്ബിയിലൂടെ അധിക വിഭാഗ സമാഹരണം നടത്തി പണിതെടുത്തത് കേരളത്തിലെ പള്ളിക്കൂടങ്ങളാണ്. സാധാരണക്കാരുടെ മക്കൾ പള്ളിക്കൂടങ്ങളിലേക്ക് പോകുന്നു. 6 ലക്ഷം കുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്ക്, സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് മടങ്ങി വന്നു എന്നതിന്റെ അർത്ഥം ഇല്ലാത്ത പണം ചിലവിട്ട് മെച്ചപ്പെട്ട സൗകര്യങ്ങളും വിദ്യാഭ്യാസവും തേടി സ്വകാര്യ സ്കൂളുകളിലേക്ക് അയച്ചിരുന്ന രക്ഷകർത്താക്കൾക്ക് ആശ്വാസമായി എന്നാണ്. സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടു എന്നതിന്റെ അർത്ഥം ചികിത്സയ്ക്ക് പണം ചിലവിട്ടു തന്നെ പോകാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നവർ, കെട്ടുതാലി പണയം വെച്ച് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നവർക്ക് ഇനി അത് വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണിത്. വരൂ, ഇവിടേക്ക് സൗജന്യമായി ചെയ്യാം. അവർക്ക് BPL ഭേദമില്ലാതെ ഈ കോവിഡ് കാലത്ത് സൗജന്യമായി കിറ്റ് കൊടുത്തു. അദ്ദേഹം അതിനെ പരിഹസിക്കുകയാണ്. എന്താണ് സാർ അങ്ങ് പറയുന്നത്? ഇതെല്ലാം പരിഹസിക്കരുതെന്ന്. ഇടതുപക്ഷത്തിന്റെ നയം എന്താണെന്ന് ശ്രീ റഹീം വിശദീകരിച്ചല്ലോ. ജനവിഭാഗങ്ങളെ പിടിച്ചുയർത്തുക, ഇതാണ് ഇടതുപക്ഷ നയം. റഹീം അത് വിശദീകരിച്ചല്ലോ. പക്ഷെ ഡൊമിനിക് പ്രസന്റേഷൻ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഇലക്ടറൽ പൊളിറ്റിക്സിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ CPM-നെ മാത്രം സവിശേഷമായി ഇവരിങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത പാർട്ടി എന്ന് കരുതുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? കാരണം ഇതിനൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണ്ടേ? ഇപ്പൊ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF കക്ഷികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ തന്നെ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലത്തീൻ ബിഷപ്പുമാർ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി കഴിഞ്ഞ ദിവസമല്ലേ? അപ്പോൾ KRLCCയുടെ ഭാഗമായിട്ടുള്ള ഒരാൾക്ക് ഒരു സീറ്റ് കൊടുക്കുന്നത് കുറച്ചൊക്കെ ആ നിലയ്ക്ക് കൂടിയുള്ള ഒരു റാപ്രോച്ച്മെന്റ് ആവാം. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണ ചെയ്യുന്നതല്ലേ? ഇതൊക്കെ CPM മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? CPM മാത്രമല്ല, അതിനൊക്കെ ഒരു ചെറിയ കാര്യം റഹീം പറഞ്ഞു. എൻ്റെ ഒരു ചെറിയ മറുപടി റഹീമിവിടെ പറഞ്ഞു. ഈ മുന്നോക്ക സംവരണം ഞങ്ങൾ തന്നെ അംഗീകരിക്കുന്നവരാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തീരുമാനം എടുത്തതാണത്, പക്ഷെ നടപ്പായില്ല. ഞങ്ങൾ കുറച്ചുകൂടെ ചർച്ചയ്ക്ക് മാറ്റി വെച്ചാണ്. റഹീം ഒരു ബേസിക് ഒരു ചൈനീസ് പ്രോവർബുണ്ട്, ഒരാളൊരു മത്സ്യം ചോദിച്ചാൽ ചൂണ്ട കൊടുക്കണമെന്നാണ്. പക്ഷെ മത്സ്യം കൊടുത്താൽ കഴിച്ചപ്പോൾ തീരും, ചൂണ്ട കൊടുത്താൽ അവൻ ജീവിക്കാൻ പഠിക്കുന്ന മത്സ്യം പിടിച്ച്. അപ്പം അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ. നിങ്ങൾ കിറ്റ് കൊടുത്തു, ആ കിറ്റിന്റെ മറ്റു കാര്യത്തേക്ക് പോകുന്നില്ല. അല്ല ശർക്കരയുടെ ഒക്കെ ഒത്തിരി പ്രശ്നമുണ്ട്, അല്ല സഞ്ചിയുടെ പ്രശ്നം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കൊടുത്ത നല്ല കാര്യം, പക്ഷെ അതിനെക്കുറിച്ച് അതിന്റെ പിന്നിലും ദുരൂഹതയുണ്ട് എന്ന് സാധാരണ ഞാൻ പറയാണ്. ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല ഉത്തരം എടുത്തത്.
കോൺഗ്രസ് UDF ആണ് എല്ലാ മതമേലധ്യക്ഷന്മാരുടെയും എല്ലാ ജാതി സംഘടനയും കൂട്ടുപിടിക്കുന്നത് എന്നാണല്ലോ ഇവരുടെ ആർഗ്യുമെന്റ്. അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ തെറ്റു പറയുന്നത്, ഞങ്ങൾ NS ആയിട്ട് കൂടുന്നു, ഞങ്ങൾ SNDP ആയിട്ട് കൂടുന്നു, അതുപോലെ ക്രിസ്ത്യൻസുമായിട്ട് കൂടുന്നു, അതുപോലെ മുസ്ലിം സംഘ നേതാക്കളെ കാണുന്നു, അവർ പറഞ്ഞാൽ കേൾക്കുന്നു. അതാണ് ഏറ്റവും വലിയ പരാതി. ഇന്ന് ഞങ്ങളെക്കാൾ വളരെ വിദഗ്ധമായി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ അതാണ് സമ്മതിച്ചാൽ മതി. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഞങ്ങൾക്ക് ഈ വിഭാഗത്തിൻ്റെയൊക്കെ കിട്ടേണ്ടതുകൊണ്ട് ഞങ്ങൾ അവരുടെയൊക്കെ പുറകെ നടക്കുന്നു എന്ന് സമ്മതിച്ചാൽ മതി. എൻ്റെ കേസ് കഴിഞ്ഞു. ശരി, ഓക്കെ. നമ്മുടെ സമയവും അവസാനിച്ചു. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പല്ലേ വരുന്ന ദിവസങ്ങളിലും ചർച്ച ചെയ്യാം. വളരെ നന്ദി ശ്രീ റഹീം, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഡോക്ടർ ആസാദ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. അഭിലാഷ് മോശമായി. ശരി, താങ്കൾക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശദീകരണം ചുരുക്കി പറഞ്ഞോളൂ. സത്യത്തില് പിന്നെ എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. ഒറ്റ കാര്യം. ഒന്ന്, വികസനം എന്ന് പറയുന്നത്, വികസനം എന്നതിന് പലതരം വികസനമുണ്ട് എന്ന് ഇടതുപക്ഷത്തിനറിയാം, മറ്റാർക്കറിയില്ലെങ്കിലും. 2008 ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നിർമ്മാണ മേഖലയിൽ മൂലധനം മുടക്കുന്ന ഒരു കോർപ്പറേറ്റ് വികസന സംരംഭമാണ് ലോകത്തെമ്പാടുമായി വലതുപക്ഷം ആവിഷ്കരിച്ചത്. അതിൽ പക്ഷം ചേരുകയാണ് ഇടതുപക്ഷം കേരളത്തിൽ ചെയ്തത്. മറിച്ച് ഭൂവിതരണത്തിന്, ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമപരിഷ്കരണത്തിന് എന്താ ചെയ്തത്? കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാനെങ്കിലും പറ്റിയോ? അടിസ്ഥാന വികസനം ഭൂമിയുമായി ബന്ധപ്പെട്ട് പൊതുവിഭവങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തേണ്ടതാണ്. അതിൽ നിന്ന് സ്റ്റേറ്റുകളെ കേരളത്തിൽ CPM ഇതാണ് പറഞ്ഞത്. മറുപടി പറഞ്ഞല്ലോ ഇതിനൊക്കെ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ആസാദ് മാഷ് കംപ്ലീറ്റ് ചെയ്തോളൂ. എങ്കിൽ പറയുന്നു, ആസാദിന് ഏറ്റവും അധികം മനുഷ്യർക്ക് പട്ടയം ഇതാണ് റഹീം അല്ലയോ മിസ്റ്റർ ആസാദ്, ബഹുമാനപ്പെട്ട ആസാദ്, അങ്ങ് കേൾക്കണം. കൂടുതൽ കർഷകർക്ക് പട്ടയം കൊടുത്തു. പട്ടയത്തിന് കണക്കൊന്നും പറയണ്ട റഹീമെ. നിങ്ങൾ ഭൂമിയിൽ എന്ത് ആവിഷ്കരിച്ചു പറ. നിങ്ങൾ ഭൂമിയിൽ എന്ത് പുതിയ നയമാണ് ആവിഷ്കരിച്ചത്? ഭൂവിതരണത്തിന് എന്ത് പുതിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചത്? കയ്യേറ്റ ഭൂമി എവിടെയാണ് നിങ്ങൾ പിടിച്ചെടുത്തത്? 5.5 ലക്ഷം ഏക്കർ ഭൂമിയുള്ള തോട്ടം മേഖലയിൽ നിങ്ങളെടുത്ത നിലപാടിലാണ്. എങ്ങനെയാണ് നിങ്ങൾ കോടതിയിൽ തോറ്റുകൊടുത്തത്? എങ്ങനെയാണ് വൻകിട കയ്യേറ്റങ്ങൾക്ക് നിങ്ങൾ അരുതുന്നത്? അങ്ങ് പറയുന്ന തെറ്റ്. വീട് കൊടുക്കാം, ഭൂമി വേണം എന്ന ആവശ്യത്തെ, ഭൂമി വേണമെന്ന ആവശ്യത്തെ വീട് മതി എന്ന് വെട്ടിച്ചുരുക്കിയത് ഏത് വികസന താല്പര്യത്തിലാണ്? ഭൂമി കൊടുക്കണമെന്ന ആവശ്യത്തെ വീട് മതി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? പറയണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു വരി കേൾക്കൂ സാർ. അതല്ല, അങ്ങ് കേൾക്കൂ. കേരളത്തിന്റെ കേൾക്കൂ നിങ്ങൾ. ഭൂമിയില്ലാത്തവന് ഭൂമിയും വീടും കൊടുക്കാണ്. ഇനി ഭൂമിയും വീടും ഒരുമിച്ചേ കൊടുക്കോളൂ എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾ എന്താണ് പറയുന്നതിന്റെ അർത്ഥം? രണ്ട്, രസകരമായ വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയിൽ ഭവനരഹിതരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം മാറട്ടെ. വളരെ നന്ദി ശ്രീ റഹീം, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഡോക്ടർ ആസാദ്. സമയം പോയതുകൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. ഇടവേള.